ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരങ്ങളിൽ ഒരാളാണ് യുവ സൂപ്പർ താരമായ വിക്ടോർ റോക്ക്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. അതായത് പാൽമറാസിന് വേണ്ടി 14 മത്സരങ്ങളിൽ നിന്ന് 1095 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 12 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 14 മത്സരങ്ങളിൽ നിന്ന് 16 ഗോൾ പങ്കാളിത്തങ്ങൾ, ഓരോ 68 മിനിറ്റിൻ്റെയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ശക്തമായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് പ്രമുഖ മാധ്യമമായ എസ്റ്റഡാവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വരുന്ന നവംബർ മാസത്തിൽ ബ്രസീൽ 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ടുണീഷ്യയും സെനഗലുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിക്ടോർ റോക്ക് ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബോക്സിന് വെളിയിലുള്ള അദ്ദേഹത്തിൻ്റെ വേഴ്സാറ്റിലിറ്റിയാണ്. അതായത് കേവലം ഒരു നമ്പർ 9 റോളിൽ ഒതുങ്ങുന്ന താരമല്ല റോക്ക്, മറിച്ച് നല്ല രൂപത്തിൽ അദ്ദേഹം കളിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബോക്സിന് വെളിയിൽ നിന്നും നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു താരമാണ് റോക്ക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക കരുത്ത് എടുത്തു പറയേണ്ടതാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നാണ് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ബ്രസീലിൻ്റെ സ്ക്വാഡിൽ വിക്ടോർ റോക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.